ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകൾ അഥവാ ഓൺലൈൻ ക്ലാസ്, ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകൾ, ആ നല്ല ചിന്തകളുമായിട്ടാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നത്തെ വിഷയം പ്രതിരോധശേഷിയെക്കുറിച്ചാണ്. പ്രതിരോധശേഷി കുറവുണ്ടെങ്കിൽ പല രോഗങ്ങളും വന്ന് കയറിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ, കുഞ്ഞുമക്കൾ. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ അംഗനവാടി മുതൽ നഴ്സറി മുതൽ LP UP വരെ അവർ ഓരോരുത്തരുടെയും വായിൽ നോക്കി വായും മുട്ടി ഉമ്മയും കൊടുത്ത് കെട്ടി പിടിച്ച് നടക്കും. ഒരാൾക്ക് ജലദോഷമോ കഫക്കെട്ടോ ചുമയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവർക്കും കിട്ടും. അത് മനസ്സിലാക്കാനായിട്ട് കരുതണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ഒരു കൊറോണ കാലഘട്ടമുണ്ട്. 2 വർഷം ഒരു ലോക്ക്ഡൗൺ അടച്ചിട്ട പോലെ ആയിപ്പോയി. സ്കൂൾ കുഞ്ഞുങ്ങൾ ഇറങ്ങിയില്ല, സ്കൂളുകളില്ലായിരുന്നു. അങ്ങനെ പോയ ഒരു നാളുകളിൽ ഒരു കുഞ്ഞിന് പോലും ഒരു ജലദോഷമോ കഫക്കെട്ടോ പനിയോ ഉണ്ടായില്ല. എന്നാലോ കൊറോണയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങി. എല്ലാവർക്കും പനിയും ജലദോഷവും തുടങ്ങി. മിക്കവാറും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ പനിയും ജലദോഷവും കഫക്കെട്ടും ഒക്കെ വരും. ഇന്ന് പ്രതിരോധശേഷിയുടെ കുറവ് കൊണ്ട് എത്ര കുഞ്ഞുമക്കളാണെന്നറിയോ കണ്ണിന് കാഴ്ച കുറവായിട്ട് വരുന്നത്, സ്കിൻ പ്രോബ്ലങ്ങളായിട്ട് വരുന്നു, അലർജി ആയിട്ട് വരുന്നു, തുമ്മൽ, ചുമ, ശ്വാസം മുട്ടലായിട്ട് വരുന്നു. ഇതൊക്കെ കാരണം ഇതാണ് പ്രതിരോധശേഷിയുടെ കുറവ്. ഇപ്പോൾ പ്രതിരോധശേഷി ഉണ്ട് എങ്കിൽ നമുക്കെല്ലാത്തിനെയും ചെറുത്തു നിൽക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്നൊന്നും ഓടിക്കയറി വരികയല്ല. ഒരു മഞ്ഞപ്പിത്തം ഒരാൾക്ക് പിടിച്ചു, അടുത്ത ബന്ധമുള്ള ഒരാളാണെന്നാൽ ഒന്ന് കണ്ടേക്കാം, പോയി കണ്ട് വന്നു. ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് മഞ്ഞപ്പിത്തം പിടിച്ചേക്കാം, ചിലപ്പോൾ പിടിക്കുകയില്ല. ആ മഞ്ഞപ്പിത്തക്കാരൻ്റെ കൂടെ കിടന്നാലും അവർക്ക് മഞ്ഞപ്പിത്തം പിടിക്കാറില്ല ചിലർക്ക്. അത് പ്രതിരോധശേഷി ഉണ്ട് എങ്കിൽ. പ്രതിരോധശേഷി ഇല്ല എങ്കിൽ പിടിക്കും. കൊളറ, വയറ്റിളക്കം, ഛർദി, അങ്ങനെ വരുന്ന വേളകളിൽ അവരിൽ നിന്ന് നമുക്ക് പകരാം. ചുമ, തുമ്മൽ, ഇങ്ങനെ തെറിക്കുന്ന ജലാംശങ്ങൾ നമ്മുടെ ദേഹത്ത് വീഴുകയോ മൂക്കിൽ ശ്വസിക്കുകയോ ഒക്കെ ചെയ്താൽ അവർക്കുള്ള രോഗങ്ങൾ നമുക്ക് പകരാം. അപ്പോൾ ഇവിടെയൊക്കെ വേണ്ടത് പ്രതിരോധശേഷിയുള്ള ഒരു മനുഷ്യനായിത്തീരണം. അപ്പോൾ പ്രതിരോധശേഷി വേണമെങ്കിലോ നമ്മുടെ രക്തം, അതിനകത്ത് ആവശ്യമുള്ള ഘടകങ്ങൾ എല്ലാം ആവശ്യമാണ്. ആവശ്യത്തിൽ കുറയാനും പാടില്ല, ആവശ്യത്തിൽ ഒരുപാട് അധികമാകാനും പാടില്ല. ഉദാഹരണം AEC ആൻഡ് IG. AEC എന്ന് പറഞ്ഞ് അബ്സൊല്യൂട്ട് ഈസിനോഫിലിയ കൗണ്ട്. IG ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ്. IgE. ഈ IgE ഇന്നും ഇപ്പോൾ കാണിക്കാൻ വന്ന കുട്ടികളിലൊക്കെ 2500 മേളിലാണ് കാണുന്നത്. അപ്പോൾ 100 വീണ്ടും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ ഈ IG ബ്ലഡിൽ വളരെ കൂടിപ്പോയാൽ ഒന്നെങ്കിൽ ചിലർക്ക് ശക്തമായ ചൊറിച്ചിലായിരിക്കാം, ചിലർക്ക് ശക്തമായ കഠിനമായ ചുമയായിരിക്കാം, ചിലർക്ക് തുമ്മലായിരിക്കാം, രാവിലെ ഇങ്ങേറ്റ കുറേ അങ്ങ് തുമ്മും. ചിലർക്ക് കഫക്കെട്ടൊഴിഞ്ഞ സമയമുണ്ടാവില്ല, മാസത്തിലൊന്ന് ജലദോഷവും കഫക്കെട്ടും പനിയായിട്ട് വന്നുകൊണ്ടിരിക്കും. അതൊക്കെ IG കൂടിപ്പോയാലുള്ള കുഴപ്പം. അപ്പോൾ ഈ IG കൂടിപ്പോകുമ്പം ഇങ്ങനെ വരാനുള്ള പ്രധാന കാരണം നാം എതിരായി നിൽക്കുന്ന പല ഭക്ഷണ സാധനങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷി കുറവുള്ളവർ ഐസ്ക്രീം, ഐസ് വാട്ടർ, മോര്, തൈര്, ഫ്രീസറിലെ വെള്ളം, ഫ്രീസറിലെ പഴങ്ങൾ കഴിക്കരുത്. IG കൂടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനാവശ്യമായ മരുന്ന് കഴിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് IG കുറക്കാനും പ്രതിരോധശേഷി ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഈ പ്രതിരോധശേഷി പല തരത്തിലുണ്ട്. നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും തുല്യ അളവിൽ നിന്ന് യുദ്ധം ചെയ്യണം. ഒരു വലിയ ആൾക്ക് 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നിൽക്കണം.
അതിലൊരുപാട് താന്നു പോയാൽ അത് വലിയ ഭവിഷ്യത്താണ്. താന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ആളിൽ ബ്ലഡ് ക്യാൻസർ വരെ വന്നേക്കാം. താഴുക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് 1.5 ലക്ഷം മിനിമം വേണം, അതിൽ കുറയാൻ പാടില്ല. എന്നാൽ ഇച്ചിരിയൊക്കെ കുറഞ്ഞ് ചിലർക്കുണ്ടാവും, 1 ലക്ഷമൊക്കെ ഉള്ളവരുണ്ടാവും. ചിലർക്ക് 50, 40, 30, 20 എന്ന് പറഞ്ഞ് പുറകോട്ട് വരും. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ബ്ലഡ് ക്യാൻസറാണോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ചുവന്ന രക്താണുക്കളെയും വെളുത്ത രക്താണുക്കളെയും സമനിലയിൽ നിർത്തി യുദ്ധം ചെയ്ത് ആരും തോക്കരുത്, ആരും പരാജയപ്പെടരുത്. പരാജയം സംഭവിച്ചാൽ അവിടെ പ്രതിരോധശേഷി കുറവ് എന്ന് കാണണം. മുൻപ് ഞാൻ ഒരു വിഷയം നിങ്ങൾക്കെടുത്തിരുന്നു, പ്ലീഹയെക്കുറിച്ച്. അതിവിടെ നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഈ സ്പ്ലീൻ അഥവാ പ്ലീഹ ഒരു അവയവ, പക്ഷെ മൂപ്പരാണ് ഈ ബ്ലഡിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. തുല്യ അളവിലുള്ള പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, തുല്യ അളവിൽ ടോട്ടൽ കൗണ്ട്, HB കൗണ്ട് എല്ലാം ശരിയാക്കി നിർത്തുന്നത്. ബ്ലഡിന് എന്തെങ്കിലും പ്രയാസമോ ഡാമേജോ വന്നാൽ ഉടനെ ഇവൻ അതിനെ പണിയെടുത്ത് അതിനെ ശുദ്ധീകരിക്കും. അവനെന്തെങ്കിലും ദോഷം വന്നാലോ എല്ലാം താളം തെറ്റും. ഇപ്പോൾ പ്ലീഹ വീക്കം, പ്ലീഹയിലുള്ള തടിപ്പുകൾ, അതൊക്കെ നമുക്ക് ബ്ലഡിൻ്റെ തകരാറുണ്ടാക്കാനായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ജീവിതത്തിൽ നമ്മൾ അഹങ്കരിച്ചും ഭക്ഷണം കഴിച്ചും ഓടി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് എല്ലാ ദിവസവും ബിരിയാണിയോട് ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് എല്ലാ ദിവസവും മാംസ്യാഹാരങ്ങളോട് ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് എല്ലാ ദിവസവും മത്സ്യാഹാരങ്ങളോട് ഇഷ്ടമായിരിക്കും, പച്ചക്കറി വേണ്ട, അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പ്രതിരോധശേഷി നമ്മളെ കുറയ്ക്കും എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ചിന്തയാണ്, ആ അറിവാണ് പ്രതിരോധശേഷിയെ നമുക്ക് ഉണർത്തിയെടുക്കാൻ കഴിയുക. ഇപ്പോൾ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും കംപ്ലീറ്റ് അങ്ങോട്ട് മെലിഞ്ഞു പോവുക, ബ്ലഡ് കുറഞ്ഞു വരിക, വിളറിപ്പോവുക, അവരൊക്കെ ചെയ്യേണ്ടത് അവർക്ക് ടെസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആവശ്യമായ പഴവർഗ്ഗങ്ങൾ കഴിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ കൂട്ടാൻ ശ്രമിക്കണം. മന്തിയിലും ഡ്രൈ ഫ്രൈകളിലും ചിക്കൻ ഫ്രൈകളിലും അൽഫാമിലും ഒന്നും അല്ല കൂടുതൽ വൈറ്റമിനുകൾ ഇരിക്കുന്നത് എന്ന് നാം കരുതണം. അതിലൊക്കെ പ്രോട്ടീനുണ്ട്, പാലിലൊക്കെ പ്രോട്ടീനുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് വൈറ്റമിനുകൾ ധാരാളം ഉണ്ടാക്കണം. ഇപ്പോൾ പഴവർഗ്ഗങ്ങൾ കഴിക്കുക, എല്ലാ പഴവർഗ്ഗങ്ങളും നമ്മൾ കഴിക്കുക, ഒരെണ്ണം മാറ്റി വെക്കണ്ട. നമ്മുടെ തൊടിയിൽ പഴവർഗ്ഗങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അത് നമ്മൾ കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഒരു ക്യാരറ്റ് ജ്യൂസ് കഴിച്ച് വളരെ നല്ലതാണ്, പ്രതിരോധശേഷി ഉണ്ടാക്കാനായിട്ട് വളരെ ഫലപ്രദമാണ്. ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാവുന്ന മറ്റൊന്നാണ്, എല്ലാ ദിവസവും തലേന്ന് വൈകിട്ട് 2 തുളസിയുടെ ഇല എടുക്കുക. അത് കൈവിരൽ കൊണ്ടൊന്ന് തുടയ്ക്കുക, കഴുകണ്ട. അഴുക്കോ ചുക്രിവലയോ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അത് 1 ഗ്ലാസ് പച്ചവെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ ഇട്ട് മൂടി വയ്ക്കുക. പിറ്റേന്ന് രാവിലെ നമ്മൾ ഉണരുമ്പോൾ തന്നെ ആ ഇലയെടുത്തങ്ങ് കളഞ്ഞിട്ട് ചെറിയൊരു കളർ ചേഞ്ച് വരും വെള്ളത്തിന്, ആ വെള്ളം കുടിക്കുക. പ്രതിരോധശേഷി നിലനിർത്താനായിട്ടുള്ള വലിയ ഒരു ഔഷധമാണ് ഇത്. മറക്കാതെ നിങ്ങൾ ചെയ്യണം. അതൊന്ന് ജീവിതത്തിൽ ഒന്ന് തുടർച്ചയായി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിക്കേ വളരെ ഫലപ്രദമാണ്. ഈ തുളസി ഒരു പ്രതിരോധശേഷി ഉണർത്തുന്ന ഒരു ചെടിയാണ്. പഴയ കാലത്ത് ഹൈന്ദവ കുടുംബത്തിൻ്റെയൊക്കെ മുറ്റത്ത് ഒരു തുളസി തറയിടുമായിരുന്നു. അന്നത്തെ പ്രായമായ ആളുകൾ ഈ തുളസി തറയെ അടുത്ത തലമുറ പരിരക്ഷിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ചുവട്ടിലൊരു ദീപം വെച്ചു. അവിടെ സന്ധ്യാസമയത്ത്, എരിഞ്ഞിറങ്ങുന്ന സമയത്ത് ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥനയോടെ നിൽക്കുന്ന പല കുടുംബാംഗങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് JCB വെച്ച് അത് തോണ്ടി തൂരക്കളഞ്ഞു. പഴയ പ്രായമുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന പഴയ തറവാടുകളിൽ മാത്രമേ ഇന്നതുള്ളൂ. അപ്പോൾ അന്ന് ചെറുപ്പത്തിലൊക്കെ എനിക്കും തോന്നി, എന്താവശ്യത്തിന് ഈ വീടിൻ്റെ വാതുക്കൽ ഈ തുളസി വെച്ചത് എന്ന്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. ഞാൻ ഓരോ കാര്യങ്ങളും അറിയുന്നത് പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ തുളസിയിൽ നിന്ന് ഒരു പ്രതിരോധ, ഒരു കാറ്റ്
വീടിനകത്ത് കിട്ടാനാണ് നമ്മളുടെ തറയിൽ നിന്ന് ഒരല്പം ഉയർത്തി ഈ തുളസിത്തറ കെട്ടി വീശുന്ന കാറ്റ് വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ വീടിനകത്തുള്ളവർക്ക് പ്രതിരോധശേഷി കിട്ടും എന്ന ഒരു പഴയകാല അറിവുണ്ടായിരുന്നു. നമ്മളതൊക്കെ മറന്നുപോയി. നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇപ്പം തുളസിയുള്ളവർ കുറവായി തുടങ്ങിയിട്ടുണ്ടാകും. അതിനോടൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. അതിനും പകരം നമ്മൾ വർണ്ണ ഭംഗിയുള്ള ചെടികൾ മേടിച്ച് വെക്കാൻ ശ്രമിക്കും. പക്ഷേ എല്ലാം വെക്കണം, ചെടികളും വെക്കണം, അതോടൊപ്പം തുളസിയും നമ്മൾ കരുതണം. ഇനി മറ്റൊന്ന്, നമുക്ക് ചിലപ്പോൾ വീടിനകത്ത് കൊതുക് വന്ന് കുത്തി, കുട്ടികളിലായാലും വലിയവരിലായാലും ആ കൊതുക് കുത്തി കഴിഞ്ഞാൽ ഉടനെ അവിടെ ചുവന്ന് തടിക്കും. ഉടനെ തുളസിയുടെ ഇല എടുത്തിട്ട് അത് നൊരച്ച് വേഗം മാറും. ആ തടിപ്പും മാറും, ആ പ്രയാസവും മാറും. ചീമക്കൊന്ന എന്ന് പറയുന്ന ഒരു മരമുണ്ട്, ചീമക്കൊന്ന. കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. വേലിക്കൊക്കെ ഉപയോഗിക്കുന്ന ചീമക്കൊന്ന. അതിൻ്റെ കുറച്ച് ഇല ചതച്ച് വീട്ടിൽ കയറി വരുന്നിടത്തും കിടപ്പ് റൂമിലും കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ വെക്കുക. വരുന്ന കൊതുക് വന്നാൽ ഉടനെ തിരിച്ചു പോകും. കൊതുകിനെ കളയാനായിട്ട് ഏറ്റവും നല്ല ഒരു ഔഷധ ചെടി കൂടിയാണത്. വലിയ മണമൊന്നുമില്ല, വേറെ ഒരു വൃത്തികെട്ട മണം, പക്ഷേ ആ മണം കട്ടാൽ കൊതുക് തടിയെടുക്കും. അപ്പം അത് ഈ പ്രതിരോധശേഷിയായിട്ട് എന്ത് ബന്ധം ഇരിക്കണം എന്ന് പറഞ്ഞു. പ്രതിരോധശേഷി കുറവുള്ളവർക്ക് ഈ കൊതുക് കുത്തിയാൽ ഉടൻ തടിച്ചു പൊന്തും, ചുമപ്പ് കളറും തടിച്ചു പൊന്തുകയും ചെയ്യും. പ്രതിരോധശേഷി ഉള്ളവരിൽ അങ്ങനെ വരവ് കുറവായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഒന്ന് മനസ്സിൽ കരുതി വെക്കണം. ഇനി തൊലിപ്പുറമേ ഉള്ള കൊച്ചു കൊച്ചു പാടുകൾ ഉണ്ടാക്കും. അതും ഒരു പ്രതിരോധശേഷി കുറവ് കൊണ്ടാണ്, കുറേ വൈറ്റമിൻ്റെ അഭാവം കൊണ്ടാണ്. എന്നാലും മഞ്ഞളും രക്തചന്ദനവും കൂടി കുറച്ച് അരച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇട്ടാൽ അത് മാറിപ്പോകും. മറ്റൊന്ന്, നമുക്ക് ദേഹാസകലം ചൊറിച്ചിൽ തോന്നി, ഉടനെ തുളസീൻ്റെ ഇല അരച്ചിടാം, വേഗം കുറയും. എനിക്ക് അടുത്ത ചൊറിച്ചിലാണോ, ചെറിയ ചെറിയ കുരുക്കൾ വന്ന് ചൊറിച്ചിലാണോ, ഒരു 3 ഇതൾ ആര്യവേപ്പില, ഒരു കഷ്ണം പച്ചമഞ്ഞൾ തോല് കളഞ്ഞ് ചേർത്ത് നന്നായിട്ട് അരച്ച് ഇത്തിരി പാലിൽ രാത്രി കഴിച്ച് കിടക്കുക. ആര്യവേപ്പിൻ്റെ ഇലയും ഇച്ചിരി മഞ്ഞളും കൂടെ ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ച് ഇളം ചൂടോടുകൂടി മേലൊന്ന് കഴുകുക. ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ പ്രതിരോധശേഷി മാറ്റിയെടുക്കാനായിട്ട്, പ്രതിരോധശേഷി ഇല്ലാതാക്കാനായിട്ട് ഈ നുറുങ്ങ് അറിവുകൾ, അതാണ് ഞാൻ പറഞ്ഞ ഗൃഹവൈദ്യത്തിൻ്റെ വീട്ടറിവുകൾ, ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകൾ, അത് പ്രോത്സാഹിപ്പിച്ചേ മതിയാകൂ. ഈ കേരളത്തിൽ, എനിക്കിപ്പം കേരളത്തിന് വെളിയിൽ നിന്ന് ഒത്തിരി ആളുകൾ ഉണ്ട്, എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുണ്ട്, കേരളത്തിനകത്തുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ കാണാൻ വരുന്നു, കേൾക്കാൻ വരുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകൾ ലളിതമായി ഗൃഹവൈദ്യം കൊണ്ട് ചെയ്തു തീർക്കാമെന്ന് പറയുന്ന ഒരേ ഒരാൾ ഞാൻ തന്നെയായിരിക്കും. ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ തന്നെയായിരിക്കും. കാരണം ഞാൻ പലതും നോക്കിയെങ്കിലും അങ്ങനെയൊന്നും ആരെയും കണ്ടില്ല. അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാകുകയാണെങ്കിൽ കൂവളത്തിൻ്റെ ഇല, ആ കൂവളത്തിൻ്റെ ഇല കുറച്ച് പറിച്ചെടുത്ത് നന്നായി വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ മതി, വളരെ നല്ലതാണ്. പച്ച കളറായിരിക്കും ആ വെള്ളത്തിന്. ഇനി അത് ഉണങ്ങിയാലോ ചുവന്ന കളറാവും. കുളിച്ച് തലയിൽ മേലൊക്കെ ഒഴിച്ച് കുളിച്ചോ, ആ ചൊറിച്ചിൽ പോകും. ആ ശരീരത്തിൻ്റെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പ്രതിരോധശേഷി കൂട്ടാനും നല്ലതാണ്. അപ്പം പഴവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കണം എന്നുള്ള കാര്യം നാം വിട്ടുപോകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ കാൽപാദത്തിൽ ഏതെങ്കിലും നീര് വരാം. കാൽപാദത്തിൽ നീര് വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇടതുകാലിലാണ് വരുന്നതെങ്കിൽ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. വലതുകാലിലാണ് വരുന്നതെങ്കിൽ കരളുമായിട്ട്, ഫാറ്റി ലിവറാണ്, കരളുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസമാണ് എന്ന് കരുതൽ നമുക്കുണ്ടാവണം. അപ്പോൾ നമുക്ക് കാരണത്തെ ട്രീറ്റ് ചെയ്ത് പോയാലേ അത് കാര്യം മാറുള്ളൂ. എന്നാലും ഇവിടെ ഒന്നും പ്രോബ്ലം ഇല്ലാതെ കാൽപാദങ്ങളിൽ നീര് വരികയാണ് എങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് വയമ്പും കടുകും കൂടെ അരച്ചിട്ടാൽ മതി. വയമ്പും കടുകും ചേർത്ത് അരച്ച് ആ നീരുള്ളിടത്തിടുക, പോകും, നീര് മാറിപ്പോകും. കാലിൻ്റെ ഓരോ കാലിലും വരുന്ന നീരിനെക്കുറിച്ച് നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവണം. ആ ഉൾക്കാഴ്ച ഉണ്ടായിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വോയിസ് എനിക്കിട്ടു. പ്രായമായ 2 മാതാപിതാക്കളാണ്. അവർക്ക് 2 ആൾക്കും ഭയങ്കര ചൊറിച്ചിലാണ്.
ആ ചൊറിച്ചിലിൻ്റെ IG നോക്കാൻ പറഞ്ഞു. IG നോക്കി 100 വേണ്ടിയെടുത്ത് 665 അപ്പോൾ ഞാൻ ഈ കൂളത്തിൻ്റെ ഇലയിട്ട് കുളിക്കാനും ആര്യവേപ്പിൻ്റെ ഇല കഴിക്കാനും പറഞ്ഞു. ഇന്ന് ഒത്തിരി സന്തോഷമായിട്ട് അദ്ദേഹം ഒരു വോയിസ് ഇട്ടു. ഞാൻ ആ വോയിസ് ഇന്നത്തെ വീഡിയോയുടെ അടിയിലിട്ട് തരാം. അവർ ഒറ്റ ദിവസം ചെയ്തപ്പോഴേ അത് നന്നായി മാറി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയെന്നാണ് പറഞ്ഞു. വലിയ ഹാപ്പി ആയിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെ പറയുക, എത്രയോ ഡോക്ടർമാരുടെ എത്രയോ ഗുളികകൾ കഴിച്ചു, ഒന്നും മാറിയില്ല. ആ ഗുളിക കഴിച്ചിട്ടൊന്നും മാറാത്തത് ഈ നിസ്സാരമായ മരുന്നുകൾക്ക് മാറിയെന്ന് ആ ഒരു വലിയ സന്തോഷം ആ പ്രായമായ മനുഷ്യൻ ഒരു വോയിസ് മെസ്സേജിലൂടെ ഇട്ടു. ഞാനിപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ റെക്കോർഡിംഗ് ക്ലാസ്സിനോട് കൂടെ ചേർത്ത് ഞാൻ ഇട്ട് തരാം. വളരെ ഫലപ്രദമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നാളെ ഇതേ ക്ലാസ് തന്നെ കോമൺ യൂട്യൂബ് ചാനലിലും വരും. അപ്പോൾ അതിലും ആളുകൾക്ക് മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. അപ്പം നമ്മൾ ഓർക്കുക, നമ്മൾ ജീവിതത്തിൽ തിന്നും കുടിച്ചും കടന്നു പോകുമ്പോൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടത് നല്ലത്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ എല്ലാ ദിവസവും പനി, ജലദോഷം, കഫക്കെട്ട് കൊണ്ടാണ് വരുന്നതെങ്കിൽ ആ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് നമ്മൾ കരുതണം. കുഞ്ഞ് എത്ര ഭക്ഷണം കഴിച്ചാലും മെലിഞ്ഞ് വരുന്നുവെങ്കിൽ അവിടെ എന്തോ പ്രോബ്ലമുണ്ട്, അത് ഇമ്മ്യൂണിറ്റിക്ക് പ്രതിരോധശേഷി കുറവുണ്ട്, അത് കരുതണം. എന്തെല്ലാം ഭക്ഷണം കഴിച്ചാലും കണ്ണൊക്കെ വെളുത്ത് മുഖത്തൊന്നും ചോരമേ ഇല്ലാതെ വരുന്നു, പ്രതിരോധശേഷി കുറവാണെന്ന് നമ്മൾ കരുതണം. അപ്പം നമ്മൾ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ വാങ്ങിക്കൊടുത്ത് മക്കളെ വളർത്താതെ ക്യാരറ്റ് ജ്യൂസും നമുക്ക് കിട്ടുന്ന പച്ചക്കറികളും വിഷമില്ലാത്ത പച്ചക്കറികളും നമ്മുടെ ജീവിതത്തിൽ നിശബ്ദമായി നമ്മൾ ശരീരമിളക്കാതെ അനങ്ങാതിരിക്കാതെ ഓടിയും ചാടിയും മിളകിയും ശരീരത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമം നമ്മളിലുണ്ടാവണം. അപ്പം രോഗിയാണെന്നുള്ള തോന്നലാണ് നമ്മളെ പുറകോട്ട് നയിക്കുക. അപ്പോൾ അതും നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. മനസ്സിൽ നാം രോഗം കൊണ്ടു നടക്കരുത്. സംശയങ്ങളൊരു രോഗമാണ്. എനിക്ക് രോഗമുണ്ടോ എന്ന സംശയം ഒരു രോഗമായി മാറും. അപ്പോൾ രോഗം വരുന്നതിനെ നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ തടയിടാനും ആ വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ഡോക്ടറെ ഒപ്പീനിയൻ എടുത്ത് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നമ്മളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ശരീരവുമായി ബന്ധപ്പെട്ട പ്രതിരോധശേഷിയുമായി ബന്ധപ്പെട്ട ചൊറിച്ചിൽ, തുമ്മൽ, കഫക്കെട്ട് ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്കേറെ ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം പ്രതിരോധശേഷി കുറവുള്ളവരായ എല്ലാവരും തന്നെ, എൻ്റെ മുമ്പിൽ എന്നെ കേൾക്കുന്ന ആളുകളൊക്കെ തന്നെ പ്രതിരോധശേഷി കുറഞ്ഞവരാണ്. ആ പ്രതിരോധശേഷി കുറവുള്ളത് കൊണ്ടാണ് നമുക്ക് പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരിക എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അപ്പം നമ്മൾ യാത്ര പോയി വരുമ്പോഴും ബസ്സിലൊക്കെ യാത്ര ചെയ്ത് വരുമ്പോഴും ഒക്കെ കയ്യും കാലും മുഖവും കഴുകും നല്ലത്. പ്രത്യേകിച്ച് കയ്യും മുഖവും നിർബന്ധമായിട്ട് കഴുകണം. എന്താ കാരണം, നമ്മൾ ബസ്സിൻ്റെ കമ്പിയിലൊക്കെ പിടിച്ചു, പലരും പിടിച്ച കമ്പിയിലൊക്കെ പിടിച്ചിട്ടാണ് വന്നേക്കണേ എന്നോർത്ത് അറപ്പുകൊണ്ടല്ല ഞാൻ പറയുന്നത്. വായിലെ ഉമിനീരുകൾ തുടയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അതൊക്കെ കൈകൊണ്ട് കൈ പിടിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഓർത്ത് ഞാൻ പറഞ്ഞു. കൊറോണ വന്നപ്പോൾ അതിനൊക്കെ ഒരു അറിവ് നമുക്കുണ്ടായിരുന്നു. ഒരു കാരണവശാലും നമ്മൾ കൈ കഴുകാതിരിക്കരുത്, കൈ നന്നായി കഴുകണം എന്നൊക്കെയുള്ള നല്ല ചിന്തകളും നല്ല അറിവുകളും ഒക്കെ അന്നുണ്ടായിരുന്നു. ഗാന്ധിജി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി ശരീരത്തിൽ വൃത്തി സൂക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം എന്ന് ഗാന്ധിജി എല്ലാ പ്രസംഗങ്ങളിലും പറയുമായിരുന്നു. ഗാന്ധിജി തന്നെ തൻ്റെ ആശ്രമവും പരിസരവും വൃത്തിയാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അത് തൂപ്പുകാരൻ്റെ മാത്രം ജോലിയല്ല, അടിച്ചു വാരുന്നവരുടെ മാത്രം ജോലിയല്ല, നമ്മളും കൂടെ ചേർന്ന് ചെയ്യണമെന്ന ഒരു വലിയ അറിവ് മഹാത്മാ ഗാന്ധിജി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത് ഗ്രന്ഥങ്ങളിൽ ഒതുങ്ങിയിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മടിക്കുന്നു. ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായി തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ മാത്രം നിങ്ങൾ ശ്രമിക്കുക. നിർബന്ധമായിട്ടും നമ്മൾ ആവശ്യത്തിന് വ്യായാമവും രാവിലെയും വൈകുന്നേരം ചെയ്യുകയും ഭക്ഷണ രീതികളിലുള്ള ചെറിയ മാറ്റങ്ങളും മണ്ണിൽ ചവിട്ടിയുള്ള നടപ്പും ഒക്കെ ചെയ്തുകൊണ്ട് ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചുകൊണ്ട് പ്രകൃതിയിലെ ഒരു അംഗമായി മാറിക്കൊണ്ട് ഫ്ലാറ്റുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യരാകാതെ നാം ഇനി മുതലൊന്ന് ശ്രമിച്ചേ. അവിടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും, ആരോഗ്യത്തിൽ മാറ്റം വരും, ശരീരത്തിന് മാറ്റം വരും, ആരോഗ്യമുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് കഴിയും. ഈ കേട്ട അറിവ് നിങ്ങൾ സ്വായത്തമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നന്ദി, നമസ്കാരം.